നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭയിലെ പ്രതിപക്ഷ കയ്യാങ്കളി. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളിയിൽ 4 UDF MLA-മാർക്ക് താക്കീത്. IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, മാത്യു കുഴൽനാടൻ, സജീവ് ജോസഫ് എന്നിവരെയാണ് താക്കീത് ചെയ്തത്. ഇവർ ഡയസിൽ കയറുകയും സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തുകയും ചെയ്തിരുന്നു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചട്ടവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്നും പ്രതിപക്ഷം പിന്തിരിഞ്ഞില്ല. നടപടി പാർലമെന്ററി മര്യാദയുടെ ലംഘനമാണെന്ന് കണ്ടാണ് ഇപ്പോഴുള്ള നടപടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. പ്രതിപക്ഷം സഭാചട്ടം ലംഘിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹരിയാനയിൽ നിർണായക നീക്കവുമായി BJP. സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് തുടക്കം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം BJPക്ക് അനുകൂലമായതോടെ നിർണായക നീക്കവുമായി BJP രംഗത്ത്. ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. നിലവിലെ ലീഡ് നിലയോടുകൂടിയ മുന്നോട്ടു പോകുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ടു പോവുകയാണ് BJP കേന്ദ്ര നേതാക്കൾ. ഇന്ന് രാവിലെ വരെ BJP കേന്ദ്രങ്ങൾ നിരാശയിലായിരുന്നു. ഹരിയാനയിൽ പ്രതീക്ഷയിൽ നിന്ന് തന്നെയായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നതും. അതിനിടയിലാണ് വീണ് കിട്ടിയ അവസരമെന്ന നിലയിൽ ഹരിയാനയിലെ ഫലം മാറിമറിയുന്നത്. കോൺഗ്രസിനെ മലർത്തിയടിച്ച് BJP മുന്നേറുകയായിരുന്നു. ഈ ഫലം മുൻനിർത്തി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് സർക്കാർ രൂപീകരണത്തിനുള്ള പ്രാരംഭഘട്ട ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് BJP. മനോജ് എബ്രഹാമിന് പകരം ഇന്റലിജൻസ് മേധാവിയായി P. വിജയൻ. സർക്കാർ ഉത്തരവിറങ്ങി. ADGP P. വിജയൻ ഇന്റലിജൻസ് മേധാവി. മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറിയ ഒഴിവിലാണ് നിയമനം. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. A. അക്ബറിനെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനാണ് P. വിജയൻ. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയായിരുന്നു എന്നായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട്. P. വിജയൻ നിലവിൽ പോലീസ് അക്കാദമി മേധാവിയാണ്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസറായിരുന്നു. ശബരിമല പുണ്യപൂങ്കാവനം പദ്ധതിയിലും P. വിജയന്റെ നേതൃത്വത്തിലായിരുന്നു നടപ്പാക്കിയത്. കോഴിക്കോട് സ്വദേശിയാണ്. ദേശാഭിമാനി ലേഖകനെ മർദ്ദിച്ച സംഭവം. 5 പോലീസുകാർക്കെതിരെ നടപടി. മട്ടന്നൂരിൽ ദേശാഭിമാനി ലേഖകനെ മർദ്ദിച്ചെന്ന പരാതിയിൽ 5 പോലീസുകാരെ സ്ഥലം മാറ്റി. ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറെയും 4 സിവിൽ പോലീസ് ഓഫീസർമാരെയുമാണ് മാറ്റിയത്. കണ്ണൂർ സിറ്റിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഇവർക്കെതിരെ നടപടി വേണമെന്ന് CPM ആവശ്യപ്പെട്ടിരുന്നു. ദേശാഭിമാനി ലേഖകനെയും CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെയും പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി. മട്ടന്നൂർ പോളിടെക്നിക് കോളേജിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മർദ്ദനമേറ്റതെന്നാണ് ദേശാഭിമാനി ലേഖകൻ ശരത് ആരോപിച്ചത്. പോലീസ് അകാരണമായി പിടികൂടി മർദ്ദിച്ചെന്നായിരുന്നു ആരോപണം. കോഴിക്കോട് KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം. മരണം 2ആയി. അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 മരണം. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആനക്കാമ്പൊയിലെ ത്രേസ്യാമ്മ മാത്യു, മുണ്ടൂർ സ്വദേശി കമല എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബസ് കലിങ്കിലിടിച്ച് കാളിയാമ്പുഴയിലേക്ക് മറിഞ്ഞെന്നാണ് യാത്രക്കാർ പറയുന്നത്. ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമം തുടരുന്നു. 45 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതേസമയം സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. KSRTC CMDയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ മാർച്ചിൽ സംഘർഷം. രാഹുൽ മാങ്കൂട്ടവും PK ഫിറോസും അറസ്റ്റിൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണവും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പോലീസിന് നേരെ പ്രവർത്തകർ ചെരുപ്പും കല്ലും വടിവാളും എറിഞ്ഞു. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ഓടി. ബാരിക്കേഡ് മറികടന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ഉല്ലാസ് കോവൂർ എന്നിവരെ അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ മുറിയിൽ നടന്നത് ലഹരി പാർട്ടി തന്നെ. താരങ്ങൾ എത്തിയത് ഇടനിലക്കാരൻ വഴി. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നടന്നത് ലഹരി പാർട്ടി തന്നെയാണെന്നും ഇടനിലക്കാരൻ വഴിയാണ് താരങ്ങൾ എത്തിയതെന്നും പോലീസ് ഉറപ്പിച്ചു. ഹോട്ടലിൽ ഫോറൻസിക് പരിശോധന നടത്തിയ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു. കേസിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഉടൻ ചോദ്യം ചെയ്യും. കൊച്ചിയിൽ ബോൾഗാട്ടിയിൽ അലൻ വാക്കറുടെ DJ ഷോയിൽ പങ്കെടുക്കാൻ എന്ന പേരിൽ 7 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ബോബി ചലപതി എന്നയാളുടെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിൽ സംഘടിച്ച ആളുകൾ ലഹരി ഉപയോഗിച്ചു. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതും പാർട്ടിയുടെ ഭാഗമായതും
ഗുണ്ടാ തലവൻ ഓംപ്രകാശ് ആണെന്നും എളമക്കരക്കാരനായ ബിനു തോമസ് വഴിയാണ് ശ്രീനാഥ് ഭാസിയും പ്രയാഗയും മുറിയിലെത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഓംപ്രകാശിന് ഇവരെ നേരിട്ട് പരിചയമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ബിനുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കായംകുളത്ത് കാറിന്റെ പിൻസീറ്റിൽ മൃതദേഹം. 52-കാരന്റെ മരണകാരണം മദ്യപിച്ച് ഉറങ്ങിയപ്പോൾ സംഭവിച്ച ഹൃദയാഘാതം മൂലം. കായംകുളം പള്ളിക്കൽ മഞ്ഞാടിത്തറയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങി. മരിച്ച വാത്തുകുളം സ്വദേശി 52 വയസ്സ് പ്രായമുണ്ടായിരുന്ന അരുൺ ലിവർ സിറോസിസ് ബാധിതനായിരുന്നുവെന്നും അമിതമായി മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നും പോലീസ് വ്യക്തമാക്കി. സുഹൃത്തുക്കളുമായി മദ്യപിച്ച ശേഷം സുഹൃത്തിന്റെ കാറിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു അരുൺ. ഉറക്കത്തിനിടെയാണ് മരണം സംഭവിച്ചത്. കുറത്തിയാട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. കാറിന്റെ പിൻസീറ്റിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് മധ്യവയസ്കന് ദാരുണാന്ത്യം. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. കോതമംഗലം സ്വദേശി കുട്ടപ്പനാണ് മരിച്ചത്. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന അബിൽമോൻ എന്ന ബസ്സിനടിയിൽപ്പെട്ടാണ് മരണം. ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. ബസ് നീങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ കുട്ടപ്പന്റെ ദേഹത്തേക്ക് ചക്രം കയറിയിറങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പുമായി ഗവർണർ. മലപ്പുറം പരാമർശ വിവാദത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിച്ചത് ചട്ടപ്രകാരം എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി കത്തയച്ചു. മുഖ്യമന്ത്രി എന്തോ ഒളിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ച കത്തിൽ രൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ലെന്നും ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരമാണെന്നും കത്തിൽ വ്യക്തമാക്കി.